ജനവിധി മെയ് 16 ജനാധിപത്യത്തിന്റെ മഷിപ്പാടിന് കണ്ണിമ വെട്ടാതെ കാവലായി കേന്ദ്ര കേരള സായുധ പോലീസ്. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനമനസ്സുകളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് കാവലാണിവർ. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരെന്നറിയാൻ ഇനി 20 നാൾ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. മേനച്ചൂടിന് ആശ്വാസമായി എത്തിയ വേനൽ മഴ പകർച്ചവ്യാധികൾക്ക് വഴിയൊരുക്കും. വേനലും ചതിച്ചു, മഴയും ചതിച്ചു. ആലപ്പുഴയിൽ 6.2 കോടിയുടെ കൃഷിനാശമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിന്റെ ഇരട്ടിയിലേറെയെന്നും കർഷകർ. വാർത്തകൾ വിശദമായി. വെയിലത്തും മഴയത്തും മഞ്ഞത്തും മരവിക്കാത്ത മനസ്സുമായി കണ്ണിമ വെട്ടാതെ കാവൽ നിൽക്കുകയാണ് ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തിന് കേന്ദ്രസേനയും കേരള പോലീസും. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഭാരതത്തിന്റേത്. പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായം ഇന്ത്യ കടകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മറ്റു പല രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ ഭരണഘടന 30 ദിവസം പോലും നിലനിൽക്കില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത്തരം ആരോപണം ഉന്നയിച്ച പല രാഷ്ട്രങ്ങളും കൂപ്പുകുത്തിയതും ലോകം കണ്ടതാണ്. ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായുള്ള ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷവും 11 മാസവും 7 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പ്രാവർത്തികമാക്കിയത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമാക്കി ഉയർത്തുമെന്ന ആമുഖവാചകത്തിൽ തുടങ്ങുന്ന ഭരണഘടന ജനാധിപത്യത്തിന്റെ ആവശ്യകതയും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രസക്തിയും വോട്ടിംഗിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്നു. സ്വാതന്ത്ര്യം നേടി ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സമ്പ്രദായത്തിന് കോട്ടം വന്നിട്ടില്ല എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിലെ നെടുംതൂണാണ് വോട്ടിംഗ്. ഈ ജനവിധി അടങ്ങിയ പെട്ടിക്ക് കണ്ണിമ വെട്ടാതെ കാവൽ നിൽക്കുകയാണ് രാജ്യരക്ഷാസേനയും കേരള പോലീസും. ഈ സുരക്ഷാ വലയത്തിന്റെ പത്മവ്യൂഹം തകർത്ത് ഒരു ഈച്ചയ്ക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 24 മണിക്കൂറും പരിസരം മുഴുവൻ നിരീക്ഷിക്കുവാൻ ക്ലോസ് സർക്യൂട്ട് ക്യാമറയും ഏത് അക്രമ സാഹചര്യത്തെയും നേരിടുവാൻ ആയുധധാരികളായി നിൽക്കുന്ന കേന്ദ്രസേനയും കേരള പോലീസും. സുരക്ഷയുടെ ഭാഗമായി ഓരോ സ്ട്രോങ് റൂമിനും എല്ലാ ദിവസവും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള 6 ഉദ്യോഗസ്ഥർ വീതം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ 1ാം ഘട്ടം തന്നെ കുറ്റമറ്റതാക്കുകയാണ് ജനങ്ങളുടെയും ജുഡീഷ്യറിയുടെയും ഭരണകർത്താക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് KCV. കനത്ത ചൂടിനൊപ്പം വേനൽ മഴയും എത്തിയതോടെ കുട്ടനാട്ടിൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത വർദ്ധിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലും അധികാരികൾ അനാസ്ഥ തുടർന്നാൽ മഹാവ്യാധികളുടെ പെരുമഴക്കാലമാകും കുട്ടനാടിനെ കാത്തിരിക്കുന്നത്. ചികിത്സ, പ്രതിരോധം, ബോധവൽക്കരണം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അടിയന്തര കർമ്മ പദ്ധതി ആരംഭിക്കുവാൻ ഇനിയും വൈകിക്കൂടാ. വർഷങ്ങളായി മഴക്കാലം നമുക്ക് സമ്മാനിക്കുന്നത് വെള്ളപ്പൊക്കവും പനികളും പകർച്ചവ്യാധികളുമാണ്. എന്നാൽ അത് മുന്നിൽ കണ്ട ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ തികഞ്ഞ അലംഭാവമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ കാട്ടുന്നത്. അനുഭവങ്ങൾ പാഠമാകാത്തത് അപലപനീയമാണ്. കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ചികിത്സ തേടിയെത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. അവയിൽ മിക്കതിന്റെയും സ്ഥിതി ശോചനീയവുമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരോ ഔഷധങ്ങളോ ഇല്ല. ആധുനിക ചികിത്സാ സൌകര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുമില്ല. കഴിഞ്ഞ വർഷകാലത്തും വേണ്ടത്ര താൽക്കാലിക സംവിധാനങ്ങളെങ്കിലും ഒരുക്കുന്നതിൽ സർക്കാർ കാട്ടിയ അനാസ്ഥ നിരവധി ജീവനുകളാണ് അപഹരിച്ചത്. എലിപ്പനിയും ചിക്കൻ ഗുനിയയും ടൈഫോയിഡും കോളറയും തുടങ്ങി ഡെങ്കിപ്പനി വരെ കുട്ടനാട്ടിൽ തകർത്താടി. ഇപ്പോൾ ഇതാ കുരങ്ങുപനി എന്ന പേരിൽ പുതിയ ഇനം പനിയും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ നിർണ്ണയിക്കുവാനുള്ള സംവിധാനവും പല ആശുപത്രികളിലുമില്ല. കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുമെന്ന് ഓരോ മഴക്കാലത്തിനു മുമ്പും സർക്കാർ ഉറപ്പു നൽകാറുണ്ട്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ വിവിധ വകുപ്പുകൾ പരസ്പരം പഴിചാരുക മാത്രമാണ് പതിവ്. ഇത് പൊതുജനാരോഗ്യ മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും പാളിപ്പോകുമ്പോൾ ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കുന്നതിലെങ്കിലും സർക്കാർ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. പണമോ നടപടിക്രമങ്ങളോ അതിന് തടസ്സമാകുകയും ചെയ്യരുത്. കൊതുക്, എലി നശീകരണം, ശുചീകരണം എന്നിവ രോഗനിവാരണത്തിന് അനിവാര്യമായിട്ടും ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കോ പഞ്ചായത്തുകൾക്കോ സാധിക്കുന്നില്ല.
രോഗപ്രതിരോധം ലക്ഷ്യമിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമാണ് ഇന്ന് നമുക്ക് ആവശ്യം. സമഗ്രവും ശാസ്ത്രീയവും ഏകോപിതവുമായ കർമ്മപദ്ധതികൾ കൊണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുവാൻ കഴിയും. രോഗം, ചികിത്സ എന്നിവയ്ക്കപ്പുറമുള്ള ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗദുരിതങ്ങളുടെ ആവർത്തനങ്ങളാവും സംഭവിക്കുക. ന്യൂസ് ഡെസ്ക് KCV. വേനൽമഴ ആലപ്പുഴ ജില്ലയിൽ വ്യാപക കൃഷിനാശം. 6.2 കോടിയുടെ നഷ്ടം സംഭവിച്ചതായാണ് കൃഷിവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിന്റെ ഇരട്ടിയിലേറെ വരുമെന്ന് കർഷകർ പറയുന്നു. നെല്ലും, തെങ്ങും, വാഴയും, മരച്ചീനിയും, പച്ചക്കറികളും അടക്കമുള്ള കൃഷികൾ വേനൽ മഴയിൽ നശിച്ചു. നഷ്ടം സംബന്ധിച്ച് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുട്ടനാടൻ മേഖലകളിൽ കൊയ്ത്ത് ഏറെക്കുറെ പൂർത്തിയായിരുന്നതിനാൽ വൻ കൃഷിനാശം ഒഴിവായി. അതേസമയം കാറ്റിലും മഴയിലും പലയിടത്തും നെല്ല് വീണടിഞ്ഞതിനാൽ പൂർണ്ണമായും കൊയ്തെടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഈർപ്പത്തിന്റെ പേരിൽ നെല്ലിന്റെ തൂക്കത്തിൽ വെട്ടിക്കുറവ് വരുത്തുന്നത് സാമ്പത്തിക നഷ്ടത്തിനിടയാക്കിയിട്ടുണ്ടെന്നും പരാതികൾ ഉയരുന്നുണ്ട്. കൃഷിനാശം നേരിട്ട കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരത്തിന് യാതൊരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ ധനസഹായം കിട്ടാക്കനിയാവാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് KCV. കേരളത്തിൽ പ്രവർത്തിക്കുന്ന CBSE, ICSE സ്കൂളുകളിൽ മലയാളം 1ാം ഭാഷയാക്കാൻ നിയമം വരും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ തുടങ്ങരുതെന്നും നിർദ്ദേശം. CBSE, ICSE സ്കൂളുകളിൽ മലയാളം 1ാം ഭാഷയായി പഠിപ്പിക്കണമെന്നത് മലയാള ഭാഷാ നിയമത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ ശുപാർശ. ഈ ശുപാർശകൾ ഉൾക്കൊള്ളുന്ന കരട് ബിൽ ഇപ്പോൾ നിയമവകുപ്പിന്റെ പരിഗണനയിലാണ്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ മലയാള ഭാഷാ നിയമം പാസാക്കുമെന്ന് മന്ത്രി KC ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുമ്പോൾ CBSE, ICSE സ്കൂളുകളിൽ മലയാളം 1ാം ഭാഷയായി പഠിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇത്തരം സ്കൂളുകൾക്ക് നൽകുന്ന അംഗീകാര സർട്ടിഫിക്കറ്റിൽ ഇക്കാര്യം നിഷ്കർഷിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആലപ്പുഴ ജില്ലാ വാർഷിക സമ്മേളനം ആരംഭിച്ചു. പുന്നപ്ര JB സ്കൂളിൽ നടന്ന യോഗം കൃഷി ശാസ്ത്രജ്ഞ ഡോക്ടർ ഇന്ദിരാദേവി ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് റെജി സാമുവൽ അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ജനജീവിതവും എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് ഡോക്ടർ ഇന്ദിരാദേവി നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ D. സുലേഖ, ചുനക്കര ജനാർദ്ദനൻ, രഘു തുടങ്ങിയവർ സംസാരിച്ചു. ബ്രെയിൻ ലിംഫോമ, ലുക്കീമിയ ആൻഡ് മൾട്ടിപ്പിൾ മൈലോമ ഫ്രം കുട്ടനാട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് എന്ന് 93 എത്ര വർഷം മുമ്പ് നമ്മൾ ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് ഈ അടുത്താണ്. അപ്പൊ അവിടുത്തെ ഒരുപക്ഷെ അവിടുത്തെ ഡോക്ടറാവാം, ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ആ റിപ്പോർട്ട് ഒരു അന്തർദേശീയ ദിൻഹം അവിടെ വന്നിരുന്ന കേസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഈ ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മളിവിടെ ഈ മത്സ്യം ചത്തുപോകണ കേസ്, അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. പിന്നെ എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് നമുക്കിവിടെ ഒരു ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുണ്ട്. അവര് കേരളത്തിലെ എല്ലാ വാട്ടർ ബോഡീസിന്റെ വാട്ടർ സാമ്പിൾ തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. 27-ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സംഘടനാ രേഖ അവതരണവും നടക്കും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ.
പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പൂട്ടിയ ബാർ ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സംഘ് BMSന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യൂണിയൻ ജനറൽ സെക്രട്ടറി കെ പ്രദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. 418 ബാറുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സമരപരിപാടികൾ നടത്തുവാൻ ഇന്ന് യൂണിയൻ തീരുമാനിച്ചത്. ഇവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ല മറ്റു ബാർ ഉടമകൾക്ക് വേണ്ടിയോ ഒന്ന് സമരം ചെയ്യുന്ന സംഘടനയല്ല BMS എന്നുള്ളൊരു കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ അവരെ സംരക്ഷിക്കണം സർക്കാർ. ബാർ അടച്ചുപൂട്ടുകയോ അടച്ചുപൂട്ടാതിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനകത്ത് ഇവിടുത്തെ UDFന്റെ, കോൺഗ്രസിന്റെ അല്ലെ കേരള കോൺഗ്രസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാക്കന്മാർ ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ടാണ് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത്. 2 സ്റ്റാർ ഫെസിലിറ്റി ഇല്ലാത്ത ബാറുകളെയാണ് അടച്ചുപൂട്ടിയെന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. അതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പുമില്ല. പക്ഷേ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലെ ഒരു അവസരം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. ഇവിടുത്തെ ബാർ മുതലാളിമാരെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടല്ല, ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികളെ അവരെ നിത്യ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് അവരെ തൊഴിലില്ലായ്മ ആക്കി മാറ്റാൻ ഈ സർക്കാർ നടത്തിയ നടപടി ശരിയല്ല. അഭിലാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ഗോപകുമാർ, തത്തമ്പള്ളി ശ്രീകുമാർ, വേണു, ശ്രീനിവാസൻ, ബാബുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികൾക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. വെളിച്ചെണ്ണ വില തിളച്ചുമറിയുകയാണ്. പൊതുവിപണിയിൽ ഇടപെടാനാവാതെ സർക്കാർ സംവിധാനങ്ങൾ കാഴ്ചക്കാരാവുന്നു. പൊതുവിപണിയിൽ 170 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് വില. മാവേലി സ്റ്റോർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ വഴി കഴിഞ്ഞയാഴ്ച വരെ വെളിച്ചെണ്ണ ലഭിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ചയായിട്ട് സപ്ലൈകോ, നിധി സ്റ്റോർ, ത്രിവേണി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും വെളിച്ചെണ്ണ ലഭിക്കുന്നില്ല. അതേസമയം ഇത് കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും സഹായിക്കുവാനുള്ള ചെപ്പടി വിദ്യയായിട്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. വിലവർദ്ധനവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാഞ്ഞത് സർക്കാരിന്റെ പിടിപ്പുകേടായി മാറുകയാണ്. എന്നാൽ വെളിച്ചെണ്ണ വില സർവകാല റെക്കോർഡ് പിന്നിട്ടിട്ടും ഇതിന്റെ യഥാർത്ഥ പ്രയോജനം നാളികേര കർഷകർക്ക് ലഭിക്കുന്നില്ല. നാളികേരത്തിന്റെ വിലവർദ്ധനവിന് പ്രധാന കാരണം ഈ മേഖലയിൽ നിന്നുള്ള കർഷകരുടെ കൊഴിഞ്ഞുപോക്കാണ്. തെങ്ങിനെ ബാധിക്കുന്ന മണ്ടരി, മഞ്ഞളിപ്പ്, മണ്ടചീയൽ തുടങ്ങിയ രോഗങ്ങൾ മൂലം ഉൽപാദനം കുറഞ്ഞിരിക്കുകയാണ്. പൊതുവിപണിയിൽ കൊപ്ര കിൻഡലിന് 10,600 രൂപയും പിണ്ണാക്കിന് 3,500 രൂപയുമാണ് ഇപ്പോഴത്തെ വില. ന്യൂസ് ഡെസ്ക് KCV. കേരള സംസ്ഥാന പൗരാവകാശ സമിതിയുടെ സംസ്ഥാന സമ്മേളനവും സെമിനാറും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KG വിജയകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സമത്വസുന്ദരമായിട്ടുള്ള അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് പണവും സ്വാധീനത്തിന്റെയൊക്കെ പിടിപ്പുകൾ സാധാരണപ്പെട്ടവൻ ഇന്നും നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ആ നിയമ സംവിധാനം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ നിയമം, നമുക്കറിയാം, വിവിധ നിയമം അനുസരിച്ച് കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യ നീതിയും അവരുടെ അവകാശങ്ങളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒത്തിരി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ ആ നിയമങ്ങളൊക്കെ പലപ്പോഴും അർഹതപ്പെട്ട സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാതെ അത് നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നതിന്റെ സംസ്ഥാന സമിതി വർക്കിംഗ് ചെയർമാൻ KPS കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. PG കൃഷ്ണൻകുട്ടി പണിക്കർ, കുരുവിള മാത്യു, ഡോക്ടർ K വേണുഗോപാൽ,
മൈഥിലി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ അഡ്വക്കേറ്റ് ഷൈൻ ബാബു വിഷയം അവതരിപ്പിച്ചു. നിലവാരമില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടിയ ബാറുകൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് ഗാന്ധിയൻ ദർശനവേദി സംസ്ഥാന സമിതി യോഗം ആവശ്യപ്പെട്ടു. ചെയർമാൻ ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മങ്കൊമ്പ് മൃഗാശുപത്രിയുടെ പ്രവർത്തനം മെയ് 1 മുതൽ പുളിങ്കുന്ന് പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് വെറ്ററിനറി സർജൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാമങ്കരി സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥ തിരുനാളിന് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി. പെരുന്നാളിനോട് അനുബന്ധിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയും കുർബാനയും പെരുന്നാൾ ദിനങ്ങളിൽ ഉണ്ടായിരിക്കും. മെയ് 1 ആഘോഷ തിരുനാൾ കുർബാനയോടെ പെരുന്നാൾ അവസാനിക്കും. ഇനി ചരമവാർത്തകൾ. കിടങ്ങറ പറമ്പിശ്ശേരിൽ PP പ്രദീപ് നിര്യാതനായി. 42 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 10 വീട്ടുവളപ്പിൽ. മങ്കൊമ്പ് തെക്കേക്കര പുത്തൻപുരയിൽ പെണ്ണമ്മ ജോൺ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3 തെക്കേക്കര സെന്റ് ജോൺസ് ദേവാലയ സെമിത്തേരിയിൽ. നെടുമുടി തെക്കേമുറി നാരായണ വിലാസം വീട്ടിൽ നാരായണപിള്ള നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനമനസ്സുകളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് കാവലാണിവർ. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരെന്നറിയാൻ ഇനി 20 നാൾ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. മേനച്ചൂടിന് ആശ്വാസമായി എത്തിയ വേനൽ മഴ പകർച്ചവ്യാധികൾക്ക് വഴിയൊരുക്കും. വേനലും ചതിച്ചു, മഴയും ചതിച്ചു. ആലപ്പുഴയിൽ 6.2 കോടിയുടെ കൃഷിനാശമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിന്റെ ഇരട്ടിയിലേറെയെന്നും കർഷകർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.